ഫൈനലി ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡ്രാഗൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി ഡ്രാഗനെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലംബോർഗിനി സിയാൻ കാർ വരുമെന്ന് ഫൈനൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ഇന്ത്യൻ ഹൗസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ഇന്ത്യൻ ഹൗസ് നമ്മുടെ ഗെയിമിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കണ്ടിരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോട്ട് തന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് അടിച്ച് പൊട്ടിച്ചേക്കാം. പിന്നെ നമ്മളെ ഇന്ത്യ ബാക്ക് 3D അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഡ്രാഗനെ കളക്കി എടുക്കാം നോക്കാം. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ലെവൽ കിടിലൻ ഡ്രാഗനെ നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ ന്യൂ ആയിട്ട് വന്ന ഈ ഒരു അടിപൊളി ഇന്ത്യൻ ഹൗസ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ നമ്മൾ എങ്ങനെ നമുക്ക് ഇത് ആഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ചെയ്യാൻ എൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് നേരെ നമ്മൾ ഗെയിമിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ സെറ്റിങ്സ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് അവിടെ നമ്മൾ ന്യൂ ഇന്ത്യൻ ഹൗസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ ഇന്ത്യൻ ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇന്ത്യൻ ഹൗസ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കാം. അപ്പോൾ ഗെയിം ഒന്ന് പ്ലേ ആയിട്ട് വരുന്നൊരു വെയിറ്റ്, ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം ഓക്കെ, അപ്പോൾ ഗെയിം ഇവിടെ ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ള നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചൊരു സ്ലോട്ട് മോഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വീഡിയോ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ ഇപ്പോൾ പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യില്ല. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കോട്ട് പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും. ഓക്കെ, ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യണം നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം. അതാണ് റീസ്റ്റാർട്ട് പറഞ്ഞത്. ഓക്കെ, ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയിട്ട് നിങ്ങൾ നേരെ ചെയ്യാൻ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ബൈക്കോ കാറോ എന്തെങ്കിലും എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കൗതുകത്തിന് വേണ്ടി ജസ്റ്റ് നമ്മൾ JCB എടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് JCB ഞാൻ ഇവിടെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ JCB എടുത്തിട്ടാണ് ഓട്ടിക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ JCB എടുത്തിട്ടുണ്ട്. എന്നിട്ട് JCB അകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ നേരെ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റാണ് നോക്കിക്കാം. ഞാൻ ഈ പോണ റൂട്ട് പോയാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഇന്ത്യൻ ഹൗസ് കിട്ടും. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറ സൈഡ് എന്ന് പറഞ്ഞാൽ അയൽവാസിയും കളൊക്കെ തന്നെയാണ് നമ്മളെ അടിപൊളി ഇന്ത്യൻ ഹൗസ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ അടിപൊളി ഇന്ത്യൻ ഹൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടിപൊളി ഇന്ത്യൻ ഹൗസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യൻ ഹൗസ് പഴയ ഇന്ത്യൻ ഹൗസിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലൊരു ഇന്ത്യൻ ഹൗസ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു പുതിയ ഇന്ത്യൻ ഹൗസ്. അപ്പോൾ ഇന്ത്യൻ ഹൗസിനകത്ത് ഫസ്റ്റ് കയറുമ്പോൾ ഒരു നിഞ്ച ബൈക്ക് ഇരിക്കും. പിന്നെ അങ്ങനത്തെ കുറച്ച് മോഡൽസ് ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരു വലിയൊരു ഡോറും കൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ നമുക്ക് TV യൂണിറ്റ്, പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾസും കാലൊക്കെ വച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് സോഫ സെറ്റി പോലെ ചെയ്തെടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് കയറുമ്പോൾ ഒരു ബെഡും ഒരു സോഫ സെറ്റിയും പിന്നെ അവിടെ TV യൂണിറ്റും പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട്, ഇവിടെ ഇപ്പുറത്തൊരു റൂം. അപ്പോൾ ഈ ഒരു റൂമിനകത്ത് കയറി ഇവിടെ ടോയ്ലറ്റാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോയ്ലറ്റാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്തിട്ട് ചെയ്യാനുള്ളത് നേരെ ഇപ്പുറത്തെ സൈഡ് ഒരു റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റൂമുണ്ട്, നമ്മളെ സ്റ്റെയറിൻ്റെ താഴെ ഒരു റൂമുണ്ട്. ഇവിടെ നമുക്ക് ഗാരേജ് റൂമാണ്. ഇത് ഡയറക്റ്റ് നമ്മളെ ഗാരേജിലോട്ട് പോകുന്ന റൂമാണ്. അപ്പോൾ അത് നമ്മൾ ഗാരേജിലോട്ട് പോകുന്ന റൂമായതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ എന്തായാലും പോകണില്ല. എന്തായാലും ഞാൻ അതിൻ്റെ മേളിലോട്ട് കയറാനായിട്ട് പോകണം. നമ്മൾ സ്റ്റെയർ കയറി മേലെ എത്തിക്കഴിഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ പറ്റേണ്ടത് ഫസ്റ്റ് നമുക്കിവിടെ കുറേ അധികം സോഫാസുകൾ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഡൈനിങ് ടേബിളും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജനലിൻ്റെ തൊട്ട് അപ്പുറത്തേക്ക് നമ്മൾ TV യൂണിറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വരുമ്പോൾ ഇവിടെ കുറേ അധികം സോഫാസ് താഴെ എങ്ങനെയാണ് കണ്ട അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞതുകൊണ്ട് അപ്പുറ സൈഡ് നമ്മുടെ ഈ ഒരു വീട്ടിന് ഇവിടെ റൂമുണ്ട് കേസ്. അതിൻ്റെ അകത്ത് കയറിയാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഡ്രോൺ മോഡ് ഉണ്ടല്ലോ കേസ്, ഫേമസ് ഡ്രോൺ മോഡ്. ആ ഒരു ഡ്രോൺ മോഡ് ഇട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഗെയിം വരണത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കിഡില് പോയ സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഒരു ഡ്രോൺ മോഡിൽ കൊടുത്തിരിക്കുന്നത്. വേറെ ലെവലായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേസ്. അത്യാവശ്യം കിഡില് പോയിട്ട് തന്നെ ഒരു നമ്മളെ ഇന്ത്യയിലുള്ള ഹൗസുകൾ കണ്ടില്ല നിങ്ങൾ, ഈ മോഡേൺ ഹൗസുകൾ, ഇന്ത്യയിലുള്ള മോഡേൺ ഹൗസുകൾ. അപ്പോൾ ആ ഒരു ഇന്ത്യയിലുള്ള മോഡേൺ ഹൗസുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കിഡില് പോയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള കിഡിലൊരു ഹൗസുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു അടിപൊളി ഹൗസ് ഒന്ന് എടുത്ത് കളിച്ച് നോക്കുക. ഓക്കെ, അത്യാവശ്യം കിടിലൊരു ഹൗസ് തന്നെയാണ്. ഇത് വേറെ ലെവൽ പക്ക ഒറിജിനൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹൗസ് ആയതുകൊണ്ട് കിടിലാണ്. എല്ലാ കൂട്ടരും എടുത്ത് കളിച്ചു പോകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാൻ പോണ ഐറ്റമാണ് നമ്മുടെ അടിപൊളി ഡ്രാഗൺ.
അപ്പോൾ ഈ ഒരു കിടിലം ഡ്രാഗൺ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിലവിൽ നമ്മുടെ ഗെയിമിലോട്ട് ഡ്രാഗൺ ആഡായില്ല. ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൽ പ്ലഗിങ് ആപ്പിലോട്ട് ഈ ഒരു അടിപൊളി ഡ്രാഗനും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഡെവലപ്പർമാരടുത്ത് പറഞ്ഞത്. നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാർ ആഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു പ്ലഗിങ് ആപ്പിലോട്ട് ഈ ഒരു അടിപൊളി ഡ്രാഗൺ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഡെവലപ്പർ ആണ്. അപ്പം നമ്മൾ ഈ ഒരു അടിപൊളി ലംബോർഗിനി സിയാൻ കാറും ഈ ഒരു ഡ്രാഗനും ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് നമ്മൾ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പക്കയാണെങ്കിൽ എല്ലാ കൂട്ടരും കാത്തിരിക്കുക, എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഡ്രാഗൺ വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ എന്തായാലും എൻ്റെ ചാനലോട് അറിയിക്കുക, എന്തായാലും ഒരു അടിപൊളി ഡ്രാഗൺ വരും കേസ്. ഒക്കെ ഇതിപ്പോൾ എന്തായാലും പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്ലഗിങ് ആപ്പ് എടുക്കണമെന്നൊക്കെ ഞാൻ ഇനി എന്തായാലും അത് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരുന്നത് എങ്ങനെ വരുമ്പോൾ തന്നെ എൻ്റെ ചാനലോട് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലംബോർഗിനി ചെയ്യാൻ കാരണം ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ ലംബോർഗിനി ചെയ്യാൻ വീഡിയോ മാത്രമാണ് കേസ് ഇടുന്നത്. അതിൽ കുറേ കൂട്ടർ പേജിൽ മെസ്സേജ് എന്ന കാര്യമാണ് എൻ്റെ ചീറ്റ് കോഡ് ഇതൊരിക്കലും കിട്ടിയത് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നൊക്കെ കേസ്. ഇപ്പോൾ കൺഫേം ആയ നേട്ടം വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും ഈ ഒരു ആഴ്ചക്കകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി ലംബോർഗിനി ചെയ്യാൻ കാർ വരുമെന്ന് നമ്മുടെ ഡെവലപ്പർ 100% കൺഫേം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു അടിപൊളി ലംബോർഗിനി ചെയ്യാൻ എന്ന് പറഞ്ഞ കാർ നമ്മുടെ ഗെയിമിലോട്ട് വരും. ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു അപ്ഡേറ്റ് വരും. ആ ഒരു അപ്ഡേറ്റിലാണ് ഈ ഒരു അടിപൊളി ലംബോർഗിനി ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ ലംബോർഗിനി ചെയ്യാനെന്ന് പറഞ്ഞ കാർ വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.